കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കട്ടെ. യാക്കോബ് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 17-ാമത് വാക്യം. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനവും ഒന്നാമത് നിർമ്മലവും പിന്നെ സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതാകും. അപ്പോൾ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്തെക്കുറിച്ചാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. 3-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്ന സമയത്ത് നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവൻ ആര് എന്ന് ചോദിച്ചുകൊണ്ടാണ് പോർഷൻ ആ ഭാഗം ആരംഭിക്കുന്നത്. അതിൻ്റെ അർത്ഥം നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അവൻ ജ്ഞാനലക്ഷണമായി സൗമ്യതയുടെ നല്ല നടപ്പിനാൽ തൻ്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. അപ്പം ജ്ഞാനത്തിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് എന്തുവാ? സൗമ്യതയുള്ള നടപ്പെന്നാണ്. അറിയാം, നമ്മൾ ഇന്നത്തെ കാലത്ത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യവുമാണത്, അല്ലേ? നമ്മൾ ഉദാഹരണത്തിന് ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും താഴത്തെ സ്റ്റാൻഡിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ, പ്രത്യേകിച്ച് ക്ലീനിങ് സ്റ്റാഫായിട്ട്, എല്ലാവരും അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല, എന്നാൽ ചിലയിടത്തൊക്കെ നമ്മൾ കണ്ടുവരാറുള്ള ഒരു കാര്യമുണ്ട്. ക്ലീനിങ് സ്റ്റാഫോ അല്ലെങ്കിൽ സെക്യൂരിറ്റി സ്റ്റാഫോ അവർ നിൽക്കുന്ന ആ ഒരു നമ്മളോട് ഡീൽ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് തോന്നും ഏറ്റവും ആ ഹോസ്പിറ്റലിൽ ഏറ്റവും ഉന്നതമായ പൊസിഷനിൽ നിൽക്കുന്നവരാണെന്ന് നമുക്ക് തോന്നത്തക്ക രീതിയിലാണ് അവരുടെ പ്രവൃത്തി വെളിപ്പെടുന്നത്, അല്ലേ? അതേസമയം ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സിനെ നിങ്ങളൊന്ന് ചിന്തിച്ച് വളരെ സൗമ്യമായിട്ട് നമ്മോട് ഇടപെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയപ്പെടുന്നത്. ഇതുപോലെ നമ്മൾ നമ്മുടെ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് നമ്മൾ കയറി ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും ഉന്നതമായ സ്ഥാനങ്ങൾ വഹിക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും ഉന്നത വിദ്യാഭ്യാസമുള്ളവർ, ഏറ്റവും ഉന്നതമായ നിലവാരത്തിൽ കഴിയുന്നവർ പലപ്പോഴും സൗമ്യതയോടെ ഇടപെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സ്തോത്രം. അത് കാരണമെന്ന് പറഞ്ഞാൽ അത് ബൈബിൾ പറയുന്ന ഒരു ലക്ഷണമാണ്. ജ്ഞാനത്തിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗമ്യതയുടെ നല്ല നടപ്പ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെയാണ് അതിനെ പഠിപ്പിക്കുന്നത്. സ്തോത്രം. എന്നാൽ ഒരു പക്ഷേ ജ്ഞാനമില്ലാത്ത, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൽ കുറവുള്ളവരോ, ഇല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് ഏതെങ്കിലും ഒരു മേഖല എത്തിച്ചേർന്നവരോ ഒക്കെ പലപ്പോഴും നമ്മോട് ഇടപെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലേ? പലപ്പോഴും അഹംഭാവത്തോടുകൂടിയും അഹങ്കാരത്തോടുകൂടിയും എന്തോ അവർ വലിയൊരു സ്ഥാനത്തിൽ കഴിയുന്നവരാണെന്ന് തോന്നത്തക്ക രീതിയിൽ ഇടപെടുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ തിരുവചനം പറയുന്നു ജ്ഞാനത്തിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് എന്തുവാണ്? സൗമ്യതയുള്ള നല്ല നടപ്പെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ആ ഭാഗത്തിലേക്ക് വരാം. എന്നാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച പ്രൈസിലോ, നമുക്കറിയാം നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് ഏറ്റവും നല്ല വിദ്യാസമ്പന്നതയുള്ള ഒരു കാലത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജീവിക്കുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ജ്ഞാനിയും വിവേകിയുമായവൻ ആരെന്ന് ചോദിച്ചിട്ടാണ് ആ ഭാഗം ആരംഭിക്കുന്നത്, അല്ലേ? അപ്പൊ ജ്ഞാനം വേറെ, വിവേകം വേറെ. അപ്പൊ ജ്ഞാനം എന്ന് പറയുന്നത് നമുക്ക് പുസ്തകത്തിൽ നിന്നുള്ള പഠിച്ചുള്ള അറിവോ കേട്ടറിവോ കണ്ടറിവോ ഒക്കെയാണ് ജ്ഞാനത്തിന് അടിസ്ഥാനം എന്ന് പറയുന്നത്. എന്നാൽ വിവേകം എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ല. ഒരാളോട് എങ്ങനെ ഡീൽ ചെയ്യണം, ഒരു സമൂഹത്തിലായിരിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ആയിരിക്കേണ്ടത്, ഇല്ലെങ്കിൽ ഒരു ദേശത്തോ ഒരു ഏറിയിലോ നമ്മൾ പാർക്കുന്ന സമയത്ത് ഏത് രീതിയിൽ നമുക്ക് ജീവിക്കാൻ കഴിയണം, ഇതൊക്കെയാണ് വിവേകം എന്ന് പറയുന്നത്. ഒന്നുകൂടെ ഇറങ്ങി പറഞ്ഞാൽ നമ്മൾ വിവേചിച്ച് കാര്യങ്ങളെ തിരിച്ചറിയുക. നമുക്കറിയാം, ഒരു കുഞ്ഞ് ഈ ലോകത്തിൽ ജനിക്കുന്നത് മുതൽ അങ്ങോട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ 1 വയസ്സാകുമ്പോഴുള്ള പ്രവൃത്തിയില്ല, 2 വയസ്സിലല്ലേ? പ്രായം പോകുന്നതിനനുസരിച്ച് അവരുടെ പ്രവൃത്തികൾക്കും ആക്ഷൻസും നക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ പഠിക്കുന്നു. പലപ്പോഴും നമ്മൾ പല പിള്ളേർ മെച്യൂരിറ്റി, അല്ലെങ്കിൽ 15-20 വയസ്സായ പിള്ളേരൊക്കെ നമ്മൾ കണ്ടിട്ട് പലപ്പോഴും പറയുന്ന ആൾക്കാരുണ്ട്, അല്ലേ? കൊച്ചുകുട്ടിയെ പോലെ പ്രവർത്തിക്കുന്നത്. എന്താ കാരണം? ആ പ്രായത്തിനനുസരിച്ചുള്ള വളർച്ച, പക്വത അവരിലേക്ക് വന്നിട്ടില്ലെന്നുള്ളതാണ്. പ്രീസിൽ. അപ്പോൾ വിവേകത്തോടെ നമ്മൾ എന്ത് ചെയ്യുക, മുന്നോട്ട് പോകുക എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അപ്പം വിദ്യാസമ്പന്നത മാത്രമല്ല അതിനകത്തുള്ള ആഴമെന്ന് പറയുന്നത്, പകരം വിവേകത്തോടെ നമുക്ക് ഇടപെടുവാൻ തക്കവണ്ണം കഴിയണം. ഇതാണ് നമ്മുടെ ഇവിടെ തിരുവചനത്തിൽ പറഞ്ഞത്. എന്താണ് വിവേകം, അല്ലെങ്കിൽ ജ്ഞാനം എന്താണ്? ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം എന്താണ്? ഈ ലോകത്തിന്റെ ജ്ഞാനം എന്താണ്? നിങ്ങൾ ശ്രദ്ധിച്ച 14 വാക്യം എന്താ പറയുന്നത്? എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും ഫോഷ്ക്ക് പറയുകയും അരുത്. അപ്പം ഈ ലോകത്തിന്റെ ജ്ഞാനം എന്ന് പറയുന്നത് എന്തുവാ? ഒന്ന് കയ്പ്, ഹൃദയത്തിനകത്ത് കയ്പ് കാണും, ഈർഷ്യ കാണും, ശാഠ്യമുണ്ട്, സത്യത്തിന് വിരോധമായി പ്രശംസിക്കുന്നു, ഫോഷ്ക്ക് പറയുന്നു. ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ ലോകത്തിന്റെ
ജ്ഞാനമാണ്. അത് എവിടെ നിന്നാണ് വരുന്നത്? സ്തോത്രം. ഇത് ഉയർച്ചയിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും പൈശാചികവും അത്രേ. അപ്പോൾ ശ്രദ്ധിക്കണം, ഈർഷ്യ ഉണ്ടെങ്കിൽ, ശാഠ്യം ഉണ്ടെങ്കിൽ, സ്തോത്രം, സത്യത്തിന് വിരോധമായി ഫോസ്ക പറയുന്ന ഒരു സ്പിരിറ്റ് നമുക്കുണ്ടെങ്കിൽ അതിന് 3 അടിസ്ഥാന ഘടകങ്ങൾ പറയുന്നു. ഒന്ന്, ഇത് ഭൗമികമാണ്, 2 ഇത് പ്രാകൃതമാണ്, 3 ഇത് പൈശാചികമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. അടുത്ത്, ഈർഷ്യയും ശാഠ്യവും ഉള്ളിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തിയും ഉണ്ട്. അപ്പം കലക്കവും ദുഷ്പ്രവൃത്തിയും ഉള്ളത് എവിടെ? അവിടെ പറയുന്നത് അത് കാരണം അതിന്റെ ബേസ് അടിസ്ഥാനം എന്ന് പറയുന്നത് 1 ഈർഷ്യയുണ്ട്, 2 ശാഠ്യമുണ്ട്. ഇവ രണ്ടും ഉള്ള ഇടത്ത് എന്തുണ്ടാകും? കലക്കമുണ്ടാകും, സകല ദുഷ്പ്രവൃത്തിയും ഉണ്ടാകും. എന്നാൽ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം ഒരാളിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാകുമെന്ന് അവിടെ പറയുന്നത്? 1, നിർമ്മലമായിട്ടുള്ള അവസ്ഥ. നിർമ്മലത. എന്തുവാ നിർമ്മലത എന്ന് പറഞ്ഞാൽ വാക്കിന് ഒരുപാട് അർത്ഥവ്യാപ്തിയുള്ളൊരു ഒരു പ്രയോഗമാണ് നിർമ്മലമായിരിക്കുക, ഹൃദയശുദ്ധിയോടെ ഇരിക്കുക. അതല്ലേ ബൈബിൾ പറഞ്ഞ് ഹൃദയശുദ്ധിയോടെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അടുത്ത് പറയുന്നത് എന്തുവാ? 1, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്തിന്റെ 1ാമത്തെ പ്രത്യേകത 1, നിർമ്മലതയുണ്ടായിരിക്കും, 2, സമാധാനം ഉണ്ടായിരിക്കും, 3, ശാന്തതയുണ്ട്, 4, അനുസരണമുണ്ട്. അപ്പം ശ്രദ്ധിക്കുക, ഉയർത്തി എന്നുള്ള ജ്ഞാനത്തിന്റെ പ്രത്യേകത 1, സ്തോത്രം, നിർമ്മലത കാണും, 2, സമാധാനം ഉണ്ടാകും, 3, സ്തോത്രം, ശാന്തതയുണ്ടാകും. പിന്നെ അതിനകത്ത് വരുന്ന കാര്യമാണ് അനുസരണമുള്ളത്. അടുത്ത് പറയുന്നത് എന്തുവാ? കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതാണ്. ഇവയൊക്കെ നമുക്കുണ്ടെങ്കിൽ നമ്മളിൽ എന്തുണ്ട്? ഉയരത്തി എന്നുള്ള ജ്ഞാനമുണ്ട്. ഈ വാക്യം നിങ്ങൾ കേൾക്കുമ്പോൾ, ഈ വാക്യം നിങ്ങൾ ശ്രവിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മളൊരു പക്ഷേ ആരാധിക്കുന്നവരായിരിക്കും, അന്യഭാഷ പറയുന്നവരായിരിക്കും. ഉയരത്തിൽ നിന്ന് കിട്ടിയതല്ലേ പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ വിധ പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടണ്ടേ. സമാധാനം വേണ്ടേ, ശാന്തത വേണ്ടേ, അനുസരണം വേണ്ടേ, കാമ്പട്യമില്ലാത്തൊരു സ്വഭാവം നമുക്ക് വേണ്ടേ. അതുപോലെ സ്തോത്രം, ഹല്ലേലൂയ, പക്ഷപാതം ഇല്ലാതിരിക്കുക. ഇവയൊക്കെയും ഉയരത്തി എന്നുള്ള ജ്ഞാനത്തിന്റെ ലക്ഷണമാണ്. അതിലേക്ക് വന്നിട്ടില്ലാത്തവർ ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് അന്യഭാഷ പറയാൻ വേണ്ടി മാത്രമുള്ളതല്ല, കൈയടിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, ബഹളം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല. ഞാൻ ഈ പറഞ്ഞ സ്വഭാവ സവിശേഷ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളിൽ വ്യാപരിക്കുന്നത് ഉയരത്തി എന്നുള്ള ജ്ഞാനമാണ്. ആ ദൈവിക പക്വതയിലേക്ക് വരുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഏവർക്കും കൃപ നൽകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. ഈ സന്ദേശം അനുഗ്രഹവും നന്മയുമായി മാറുവാൻ സ്വർഗമിടയാകും. അനേകർക്ക് അനുഗ്രഹമാകട്ടെ. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം ലഭ്യമാക്കുവാൻ അവിടെ ഞങ്ങൾ കൃപ നൽകും. മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.